കേരളത്തിലെ മുന്നാക്ക വിഭാഗ ദരിദ്രക്ഷേമത്തിനായുള്ള ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് നായർ ഐക്യവേദി. ഇടതു സർക്കാരിന്റെ മുന്നാക്ക വിരുദ്ധ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. കേരളത്തിലെ മുന്നോക്ക വിഭാഗങ്ങളിലെ ദരിദ്രാവസ്ഥ കണ്ടെത്താൻ 2021 ജസ്റ്റിസ് M.R. ഹരിഹരൻ നായർ ചെയർമാനായ കമ്മീഷനെ നിയോഗിച്ചത്. 2022 മാർച്ച് 8 കമ്മീഷൻ പഠനം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ടും സമർപ്പിച്ചു. റിപ്പോർട്ട് ലഭിച്ച് 3.5 വർഷം കഴിഞ്ഞിട്ടും ഇത് നിയമസഭയിൽ അവതരിപ്പിക്കാനോ നടപ്പാക്കാനോ ഇടതു സർക്കാർ തയ്യാറായിട്ടില്ല. നായർ, നമ്പൂതിരി, ശൈവ, വെള്ളാള, മുന്നോക്ക ക്രിസ്ത്യാനികൾ തുടങ്ങി 186-ലധികം സമുദായങ്ങളുടെ ഉന്നമനത്തിനായുള്ള നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളതെന്നും റിപ്പോർട്ട് നടപ്പാക്കാത്തത് ഇടതു സർക്കാരിന്റെ കടുത്ത അവഗണനയാണെന്നും നായർ ഐക്യവേദി ചൂണ്ടിക്കാട്ടി. മുന്നോക്കമെന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന 5 കുടുംബങ്ങളിൽ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഈ കമ്മീഷനെ നിയോഗിച്ചത്. ജസ്റ്റിസ് ഹരിഹരൻ നായർ കൃത്യമായി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയിട്ട് ഇന്ന് 3.5 വർഷം കഴിഞ്ഞു. ഇതുവരെ അത് നിയമസഭയിൽ അവതരിപ്പിക്കുവാനോ ഇത് വെളിപ്പെടുത്തുവാനോ അതിനകത്തുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് പറയുവാനോ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ മുന്നോക്കമെന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്രബല വിഭാഗമാണ് നായർ സമുദായം. നായർ സമുദായത്തോട് സർക്കാർ കാട്ടുന്ന അവഗണനയ്ക്ക് ഇതിൽ കൂടുതൽ തെളിവ് വേണം. ഈ റിപ്പോർട്ട് നടപ്പാക്കി കഴിഞ്ഞാൽ ഈ സമുദായത്തിൽപ്പെടുന്ന 60% വരുന്ന പാവപ്പെട്ടവർക്ക് പ്രയോജനമുണ്ടാവും. ഇടതു സർക്കാരിന്റെ മുന്നോക്ക വിരുദ്ധ നിലപാടിനെതിരെ നവംബർ 9 ആലപ്പുഴ വള്ളിക്കുന്നത്ത് നായർ നേതൃസംഗമം നടത്തുമെന്നും സംഘടന അറിയിച്ചു. ജനം, കോട്ടയം.